ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിനെ കുറിച്ച് ഒരു അറിവ്, എനിക്ക് കിട്ടിയിട്ടുള്ള ഒരറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കരുതിയിട്ടാണ്. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇന്ന് രാവിലെ ഒരു പയ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് അവൻ ചോദിച്ചു, ചേട്ടാ ഇപ്പം മെസ്സിയും എംബാപ്പയും 8 ഗോളുകൾ അടിച്ച് ഗോൾഡൻ ബൂട്ടിൻ്റെ ഇതിനകത്ത് ആ റേസിൽ ഒപ്പത്തിനൊപ്പമുണ്ട്. അപ്പോൾ ഇനി എംബാപ്പെ മറ്റേ തോറ്റവർക്കുള്ളത് കളി കളിക്കുന്നുണ്ടല്ലോ, 3rd പൊസിഷനിലുള്ള കളി, ലൂസേഴ്സ് ഫൈനൽ കളിക്കുമ്പോൾ അവർക്ക് അതിനകത്ത് കളി ഉള്ളതുകൊണ്ട് അതിനകത്ത് ഗോളടിക്കുന്നതും മെസ്സി ഫൈനലിൽ ഗോളടിക്കുന്നതും തമ്മിൽ കണക്ക് കൂട്ടുമെന്നാണ് പയ്യൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം. അപ്പോൾ എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് നോക്കി, പിന്നെ അതൊന്ന് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ടൈ ബ്രേക്കുകൾ ഫിഫ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് നോക്കും. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ ഒരു 1-2 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന് നോക്കുന്നത് അസിസ്റ്റുകളുടെ എണ്ണം നോക്കും. അസിസ്റ്റുകളുടെ എണ്ണം നോക്കുമ്പോഴും മെസ്സിക്കാണ് ഇപ്പം നിലവിൽ കൂടുതൽ. മെസ്സി 4 അസിസ്റ്റ് ചെയ്തപ്പോൾ കിലിയൻ എംബാപ്പെ 3 അസിസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മെസ്സി അസിസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഗോൾ അടിക്കാണ്ടിരിക്കുന്ന ഇത് മാത്രം നോക്കിയിട്ടല്ല, ഗോളിൻ്റെ എണ്ണം മാത്രമല്ല അസിസ്റ്റ് കൂടി നോക്കുന്നത് മനസ്സിലാക്കണം നമ്മൾ. അപ്പം അസിസ്റ്റുകളുടെ കാര്യത്തിൽ പറഞ്ഞല്ലോ, മെസ്സിക്കാണ് മുൻഗണന. ഇനിയിപ്പോൾ യാദൃശ്യമായിട്ട് അടുത്ത കളിയിൽ 2 പേരും ഗോൾ അടിച്ചെന്നിരിക്കട്ടെ, ഫൈനലിൽ മെസ്സിയും ലൂസേഴ്സ് ഫൈനലിൽ എംബാപ്പയും ഗോൾ അടിച്ചെന്നിരിക്കട്ടെ. അപ്പോൾ ഒപ്പത്തിനൊപ്പമായി അസിസ്റ്റുകൾ, ഇപ്പോൾ എംബാപ്പ ഒരു അസിസ്റ്റ് കൂടി ചെയ്ത് ഒപ്പത്തിനൊപ്പമായി എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നോക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ, കളിച്ച സമയമാണ് കണക്കിലെടുക്കുന്നത്. പിന്നെ എത്ര മിനിറ്റ് കളിച്ചു എന്ന് നോക്കും. എത്ര മിനിറ്റ് കളിച്ചു എന്ന് നോക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും മെസ്സിക്കാണ് മുൻഗണന. അപ്പോൾ മെസ്സിയുടെ നിന്ന് പോകാൻ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മെസ്സിക്ക് മുൻഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെസ്സി ഗ്രൗണ്ടിൽ ആകെ ചിലവഴിച്ചേക്കണത് 410 മിനിറ്റാണ് മെസ്സി ആകെ ഗ്രൗണ്ടിൽ ചിലവഴിച്ചേക്കണത്. അത് 5 മത്സരങ്ങളിലായിട്ട്. അപ്പോൾ 6 മത്സരങ്ങളിലായിട്ട് 517 മിനിറ്റാണ് നമ്മുടെ കിലിയൻ എംബാപ്പെ ചിലവഴിച്ചേക്കണത്. അപ്പോൾ അത് നമ്മൾ കണക്കെടുക്കുമ്പോൾ ഉള്ള കാര്യമാണത്. കാരണം അവരുടെ കളികൾ കുറച്ച് എക്സ്ട്രാ ടൈം പോയി, അങ്ങനെ കാര്യങ്ങൾ വന്നപ്പോഴാണ് ടൈം കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ടൈമിൻ്റെ കാര്യത്തിൽ മെസ്സിക്ക് ഒരു മുൻതൂക്കമുണ്ട്. പിന്നെ അടുത്ത മത്സരത്തിൽ 2 പേരും ഗോൾ അടിച്ചിരിക്കട്ടെ. അപ്പോൾ ഈ നമ്മൾ അസിസ്റ്റ് നോക്കും, ഇങ്ങനെയുള്ള നോക്കിക്കഴിഞ്ഞാലും ഗോൾഡൻ ബൂട്ട് ലഭിക്കാനുള്ള കൂടുതൽ സാധ്യത മെസ്സിക്കാണ്. അപ്പോൾ എംബാപ്പയ്ക്ക് ഇനി ഗോൾഡൻ ബൂട്ട് ലഭിക്കണമെങ്കിൽ അടുത്ത മത്സരത്തിൽ മെസ്സിയേക്കാൾ കൂടുതൽ ഗോളുകൾ അടിക്കണം, അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ചെക്കൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു അർജൻറ്റീന ആരാധകൻ. അപ്പോൾ ഈ പയ്യൻ ചോദിച്ചൊരു സംശയമാണ് ഞാനിപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം. അപ്പോൾ ഞാൻ അർജൻറ്റീന ആരാധകനാണ്. അപ്പോൾ നമുക്ക് മെസ്സി ഗോൾഡൻ ബൂട്ട് മെസ്സിക്ക് തന്നെ ലഭിക്കുമെന്നാണ് എൻ്റെ നല്ല വിശ്വാസം. അപ്പോൾ അത് നിങ്ങളെല്ലാവരും എല്ലാവരും അറിവിലേക്കായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത് അറിയാത്ത ആളുകളിലേക്ക് എത്തിക്കാനോ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ പറയുന്നു, അങ്കമാലിക്കാരൻ ജിനോയ്.